നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിരവധി പേർക്കുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ആയുർവേദ വിധി പ്രകാരം ആമവാദത്തിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേർന്നാണ്. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി വിൽസൺ, നിരവധി പേർക്കുള്ള വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. എങ്ങനെയാണ് ആയുർവേദത്തിൽ ഈ അസുഖത്തെ വിശദമാക്കുക? ആമവാദം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സന്ധിവാദങ്ങൾ അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, സന്ധികളെ ബാധിച്ചുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസ്, അതിൽ വരുന്ന ഒന്നാണ് ആമവാദം എന്ന് പറയുന്ന അവസ്ഥ. ആമവാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സന്ധിവാദങ്ങളിൽ വെച്ച് ഏറ്റവും ക്ലേശം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്. പ്രധാനമായിട്ടും നമ്മുടെ വലിയ അസ്ഥിസന്ധികൾ, മെയിനായിട്ടുള്ള വലിയ ജോയിൻസിനെ ആശ്രയിച്ച് കഴുത്ത്, കൈകാലുകളുടെ മെയിൻ ജോയിൻസ്, അതുപോലെ കാലിൻ്റെ മുട്ട് മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ ശക്തിയായിട്ടുള്ള വേദനയും അതുപോലെ നീരും അതിനോടനുബന്ധമായിട്ട് പനിയും കാലും കൈയൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ക്ലേശകരമായിട്ടുള്ള അവസ്ഥയെ ഉണ്ടാക്കുന്ന ഒന്നാണ് ആമവാദം എന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരരസം അതിൻ്റെ ധാതു പരിണാമത്തിലേക്ക് വരാതെ ആ ആഹാരരസം രസധാതു ദുഷിച്ചിട്ട് അത് ശരീരത്തിലൂടെ സഞ്ചരിച്ച് ശ്ലേഷ്മസ്ഥാനത്ത് അല്ലെങ്കിൽ കഫസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു. അങ്ങനെ അത് ദുഷിപ്പിച്ചിട്ട് ശരീരത്തിൽ വാതകവചമായിട്ട് നിന്നുകൊണ്ട് പല രീതിയിലുള്ള വേദനകളെയും ലക്ഷണങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വരുന്ന പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ ആണ് അത് പ്രധാനമായിട്ടും ബാധിക്കുക. എന്ന് പറഞ്ഞാൽ ആമത്വത്തെ ഉണ്ടാക്കും. അതിൽ നിന്ന് തന്നെയാണ് ആമവാദം എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ആമത്വം, നമ്മുടെ അഗ്നി ദീപ്തിയെ കുറച്ച്, നമ്മുടെ ദഹനത്തെ കുറച്ച്, അങ്ങനത്തെയൊക്കെ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനും അതുപോലെ തന്നെ കഴിക്കുന്ന ഔഷധങ്ങൾക്കും ഗുണമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അസ്ഥിസന്ധികളിലേക്ക് വേദന വരിക, പനി വരിക, ശക്തമായിട്ടുള്ള പനിയും നീരും വരുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ നമുക്ക് ദഹനം പ്രോപ്പറാവാതെ വായിൽ വെള്ളം തെളിയുക, ഛർദ്ദിക്കാൻ വരിക, തലകറക്കം ഉണ്ടാവുക, അതുപോലെ കണ്ണിന് ഒക്കെ ക്ഷീണത്തെ ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള വളരെ ക്ഷീണത്തെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിക്കുക. ഡോക്ടർ, ഏതെല്ലാം സന്ധികളെയാണ് പ്രധാനമായും ഈ അസുഖം ബാധിക്കുക? പ്രധാനമായിട്ട് ഇതിൻ്റെ കാൽമുട്ടുകൾ, അതുപോലെ കഴുത്ത്, തോൾസന്ധി, ഇങ്ങനെ മെയിനായിട്ടുള്ള വലിയ ജോയിൻസിനെ ആശ്രയിച്ച് വരുന്നതാണ്. കൂടുതലായിട്ട് നല്ല നീരും വേദനയും പനിയൊക്കെ അതിനോട് അനുബന്ധമായിട്ട് കാണപ്പെടും. അപ്പോൾ നമുക്ക് വളരെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ ക്ലേശകരമായിട്ടും, ഇപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കുഴമ്പോ കുഴമ്പ് വരുത്തുന്ന അവസ്ഥ കൊണ്ടൊന്നും അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ശരീരത്തിൽ ദഹന വ്യവസ്ഥയൊക്കെ ആശ്രയിച്ച് അതുപോലെയുള്ള ചേഞ്ചസ് വന്നിട്ട് വളരെ ക്ലേശകരമായിട്ട് ഈ വേദനയും മെയിൻ അസ്ഥിസന്ധികളിൽ നീരും വേദനയും പനിയും അതിനോടനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോടുകൂടി വരുന്ന ഒരു അവസ്ഥയാണ് ആമവാദം എന്ന് പറയുന്നത്. മാം, ഈ തുടക്കഘട്ടത്തിൽ നമ്മൾ ഈ അസുഖത്തെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഈ പറയുന്ന പനിയും സന്ധികളിലെ വേദനയും വെച്ചിട്ടാണോ അസുഖം റുമാറ്റിക് ഫീവർ ആണ് എന്ന് മനസ്സിലാക്കുന്നത്? നമുക്ക് പ്രധാനമായിട്ട് ഈ മെയിൻ അസ്ഥിസന്ധികൾ, ഇപ്പം മറ്റ് നമ്മൾ ഗൗട്ട് ആർത്രൈറ്റിസിലൊക്കെ ചെറിയ സ്മോളർ ജോയിൻസിൽ വേദന വരും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് അധികം കാണിക്കുക. ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ നല്ല നീരും വേദനയും ചുവപ്പും അതുപോലെ പനി അതിനോടനുബന്ധമായിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ കാണുമ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കിയാൽ ESRലുള്ള ചേഞ്ചസ്, ASO ടൈറ്റർ പോസിറ്റീവായിട്ട് വരിക, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ഇതുകൾ വെച്ചിട്ട് അതിനെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതിന് വേണ്ട ചികിത്സയിലേക്ക് വരാനും ഒക്കെ അതെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം തന്നെയാണ്. ആഹാരം എന്ന് പറഞ്ഞാൽ വിരുദ്ധ ആഹാര രീതികൾ, അതിശൈത്യമായിട്ടുള്ള തണുപ്പുള്ള ആഹാരങ്ങൾ, അതുപോലെ കൂടുതൽ സ്നിഗ്ധവും
ഓയിലി ആയിട്ടുള്ള ഫുഡ് ദഹനത്തിന് പ്രോപ്പറായിട്ട് കൊണ്ടുവരാത്ത ഒരവസ്ഥയിലേക്കൊക്കെ വരികയും അത് ഇത്തരത്തിലുള്ളൊരു വാതരോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ റുമാറ്റിക് ഫീവർ വരുന്ന സമയത്തൊക്കെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഇത് ഭാവിയിൽ ഹൃദ്രോഗങ്ങൾക്കോ ഹൃദയത്തിന് തകരാറിനോ മറ്റോ കാരണമായേക്കാമെങ്കിൽ അത്തരത്തിൽ ആമവാദം ഹൃദയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറാറുണ്ടോ? ഇത് ആമവാദം എന്ന് ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളിലാണ്, എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജസിലാണ്. ഇപ്പോൾ പ്രായമായവരിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികളിലാണ്, ഒരു യങ്സ്റ്റേഴ്സിലും കുട്ടികളിലുമാണ് ഇത് കൂടുതലായിട്ട് കാണുക. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തോട് തന്നെ പ്രതിപ്രവർത്തിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പെരിക്കാർഡിയത്തിന് നീർക്കെട്ടുകൾ ഉണ്ടാക്കുക, പെരിക്കാർഡൈറ്റിസ് പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ മാറിയും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചികിത്സയിലേക്ക് വരാത്ത പക്ഷം ഇത്തരത്തിലുള്ള ഹൃദയാശ്രിതമായിട്ടുള്ള പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ്. അപ്പോൾ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുക. ഒരു ബിലോ 20 ഏജസിൽ അത് വിട്ടിട്ട് അധികം ഈ ആമവാദത്തിൻ്റെ ഇതുകൾ നമ്മൾ കൂടുതലായിട്ട് കാണാറില്ല. ഏർലി സ്റ്റേജസിലാണ് കുട്ടികളിൽ ആശ്രയിച്ചും ഇത് വരാറുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഹൃദയാശ്രിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. വ്യക്തമാണ് മാം. നമുക്ക് എറണാകുളത്ത് നിന്ന് ജോഷി എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഹലോ മാഡം. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കാം, പറയൂ. മാഡം, എന്റെ കാലിന് ഒരു മാസത്തോളമായി ഈ ഇടത്തെ പാദത്തിന് താഴെ ഇങ്ങനെ നീര് വന്ന്, കണ്ണയുടെ അവിടെ നിന്ന് താഴോട്ട് നീര് വന്ന് പിടിക്കുമ്പോ ചെറിയ വേദന. എന്ത് പ്രായമുള്ള ആളാ നിങ്ങള്? കാല് പൊക്കി വെച്ച് കിടന്ന് നേരം വെളുക്കുമ്പോ നീരില്ല. പക്ഷെ എന്തെങ്കിലും ജോലി ചെയ്യുക, കുറെ നേരം നിൽക്കുക ചെയ്യുമ്പോ പാദത്തിൽ നീര് വരും. BP, ഷുഗർ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ? മെഡിസിൻ കഴിക്കുന്ന ആളാണോ? ഒന്നുമില്ല. എന്ത് പ്രായമുണ്ട്? ഏജ് 62. ജോലി എങ്ങനെയാ? നിന്നിട്ടുള്ള കണ്ടിന്യൂസ് നിൽക്കുന്ന ജോലിയാണോ അതോ? പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെയുള്ള പണികളേ ഉള്ളൂ. മറ്റുള്ള സ്ഥിരമായിട്ടുള്ള രീതിയിൽ നിന്നുള്ള പണികളൊന്നുമില്ല. അപ്പൊ അവിടുത്തെ നീർക്കെട്ടും വേദനയൊക്കെ ഇപ്പൊ നമ്മൾ കയറി ഇറങ്ങിയൊക്കെ നടക്കുമ്പോൾ ചെറിയ രീതിയിൽ അവിടെ ആംഗിൾ ജോയിന്റിൽ തേയ്മാനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ വേദനയും നീരും ഒക്കെ വരാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറുന്തോട്ടിയുടെ വേര്, ഞെരിഞ്ചില്, വയൽച്ചുള്ളി, തഴുതാമ വേര് ഇതൊക്കെ ഇട്ട് വെള്ളം വെന്തിട്ട് ആ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ രാസ്നാസപ്തകം കഷായം വാങ്ങിക്കുക. അത് 15 മില്ലി 60 ml വെള്ളവും ചേർത്തിട്ട് 2 നേരം കഴിക്കുക. പിന്നെ ആ നീരും വേദനയും വരുന്ന ഭാഗത്ത് അരച്ചിടാനായിട്ട് കുറച്ച് കടുക്, ചതവുപ്പ ഇത് രണ്ടും കൂടെ ഉപ്പ് ചേർത്തിട്ട് അരിക്കാടിയിൽ നന്നായിട്ട് പുഴുങ്ങി അരച്ച് പേസ്റ്റ് പോലെയാക്കിയിട്ട് ആ കാലിൻ്റെ ആ ഭാഗത്ത്, നീര് വരുന്ന ഭാഗത്തായിട്ട് കെട്ടി വെക്കുക. അപ്പോൾ അവിടെയുള്ള നീർക്കെട്ട് പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ കാലിൽ കുഴമ്പൊക്കെ പുരട്ടി കുളിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹചരാതിയും അതുപോലെ കർപ്പൂരാതി കുഴമ്പും കൂടെ ചേർത്ത് ചൂടാക്കി പുരട്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ആവി പിടിച്ച് കുളിക്കാനായിട്ട് നോക്കുക. തണുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇത് കഴിച്ചോളൂ, നിങ്ങളുടെ ആ വേദനയും നീരും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ മരിയ, നമ്മളിപ്പോൾ പല അസുഖങ്ങളെക്കുറിച്ചും പറയുമ്പോൾ വിരുദ്ധാഹാരമോ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതശൈലിയിലോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ കാരണമായി വരാറുണ്ട് പല അസുഖങ്ങൾക്കും. ആമവാദത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ആഹാരവിഹാരങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇതിൽ അഗ്നിമാന്ദ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും മുഖ്യ കാരണമായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ആഹാരങ്ങളും വിഹാരങ്ങളും നമ്മുടെ ജീവിത രീതികളെല്ലാം പ്രത്യേകമായിട്ട് തന്നെ നിയന്ത്രിക്കേണ്ട ഒരു പ്രധാന കാരണം തന്നെയാണ്.
അതിന് നമുക്ക് ആഹാരത്തിലാണെങ്കിൽ നമുക്ക് തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തണുപ്പിച്ച എന്തെങ്കിലും ജ്യൂസസ് ആണെങ്കിലോ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. അതിന് വരെ നമ്മൾ ചൂടാക്കി കഴിക്കുക. വെള്ളമാണെങ്കിലും കുടിക്കുന്നതൊക്കെ ചൂടോടുകൂടി തന്നെ കുടിക്കുക. അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ഉഴുന്ന്, ശർക്കര, അതുപോലെ തന്നെ മീൻ, മത്സ്യം, മുട്ട അതൊക്കെ കൂടുതലും കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതിനൊരു നിയന്ത്രണം വരുത്തിക്കുക. അതുപോലെ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ, ഈ പറയുന്ന പോലെ തന്നെ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ കൂടെ നമുക്ക് ദഹനക്കേട് ഉണ്ടാവാനും അതുവഴിയായിട്ട് ഈ അസുഖം നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും, നമ്മൾ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മൾ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കൂടാനും വരാനും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ തല കുളിക്കുന്നതൊക്കെ എല്ലാ ദിവസവും കുളിക്കാതെ, ഇപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ ദിവസവും കുളിക്കാതിന് പകരം ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമൊക്കെ അതും തണുപ്പ് മാറ്റിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദേഹത്താണെങ്കിലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമുക്ക് എണ്ണയിൽ വറുത്ത് പൊരിച്ചത്, ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കുക, ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് വിശക്കുമ്പോൾ മാത്രം നമ്മൾ കഴിക്കുക. നമ്മൾ ആവശ്യമില്ലാതെ വിശപ്പില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആണെങ്കിലും ഇത് ഉള്ളവരാണെങ്കിൽ അത് കൂടാനും ഇല്ലാത്തവർക്ക് അത് വിളിച്ചു വരുത്താനുള്ള ഒരു കാരണം കൂടിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതചര്യയിൽ ഇത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ AC റൂമുകളിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഫാൻ്റെ അടിയിൽ കൂടുതൽ നേരം ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതും നമ്മൾ ഒരു നിയന്ത്രണം വരുത്തിച്ച് അത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വരുത്തിക്കുന്നതും നല്ലതാണ്. വ്യക്തമാണ് മാം. നമുക്ക് തൃശ്ശൂർ ഇഗ്നേഷ്യസ് എന്ന പ്രേക്ഷകനുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. അതെ, ഹലോ, കേൾക്കാം. എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സംസാരിക്കണ്ടേ. വൈഫിന്റെ കാലമ്പഴേ ഇപ്പൊ ഒരു 10 കൊല്ലം മുന്നേ ഇതേപോലെ ആമവാസത്തിന്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അത് അന്ന് ഒരു ആയുർവേദിക ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് മരുന്നുകൾ കഴിച്ചത് ക്ലിയർ ആയിരുന്നു. ഇപ്പൊ അത് വീണ്ടും അങ്ങനെ ഈ കാലുമെന്നിങ്ങനെ നീര് വന്നിട്ട് വരുന്നുണ്ട്. അത് പെർമനന്റ് ആയിട്ട് പോവാനായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിട്ടാ. ഇപ്പൊ അങ്ങനെ വീണ്ടും നീരും വേദനയോ പനിയോ ഒക്കെ വരണുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ഒന്ന് നോക്കാം. രക്തത്തിൽ അതിന്റെ ചേഞ്ചസ് ഉണ്ടോ, ബ്ലഡ് ടെസ്റ്റ് നോക്കി അത് മനസ്സിലാക്കാം. പിന്നെ പനിയോ അങ്ങനെ വേദനകൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതിനെ മാറ്റാനായിട്ട് അമൃതോത്തരം കഷായം, അതുപോലെ രാസ്ന സപ്തകം കഷായം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത്. പിന്നെ ഷഡ്ധർണ ചൂർണം 1 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ 2 നേരം കഴിക്കുക. പനി വരുന്നുണ്ടെങ്കിൽ ഇതിനോടനുബന്ധമായിട്ട് പനിയോ നീരോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ഡൈജഷനൊക്കെ പ്രോപ്പർ ആവുന്ന രീതിയിലുള്ള വെള്ളം കുടിക്കാനായിട്ട്, ചുക്ക്, തുളസിയുടെ ഇല, കതിര്, അതുപോലെ ഞെരിഞ്ഞില്, വയൽച്ചുള്ളിയൊക്കെ ഇട്ട് വെന്ത വെള്ളം, ചൂടുവെള്ളം എപ്പോഴും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇങ്ങനെ ഈ ആമവാദം അല്ലെങ്കിൽ വാദപ്രകൃതമായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവരിൽ വൺസ് ഇത് വന്നാൽ വീണ്ടും വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അധികം തണുപ്പുള്ള ആഹാരങ്ങളും അതുപോലെ കൂടുതൽ തണുപ്പിൽ AC ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫാൻ നല്ല ഫുൾ സ്പീഡിലൊക്കെ ഇട്ട് കിടക്കുന്ന ശരീരത്തിന് തണുപ്പേൽക്കുന്ന കാര്യങ്ങൾ കുറവാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അങ്ങനത്തെ ആഹാര രീതിയും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വാദപ്രകൃതമായിരിക്കുന്നവർക്ക് ഇത്തരത്തിലൊക്കെ കൂടുമ്പോൾ വീണ്ടും ഇങ്ങനെ വേദനകൾ വരാം. പിന്നെ അത് കൂടാതെ തന്നെ പ്രായാധിക്യം, ഇപ്പോൾ നമ്മളൊരു 50+ വരുമ്പോൾ കൂടുതലായിട്ട് ഈ അസ്ഥിസന്ധികൾക്ക് തേയ്മാനം കൂടി വരുത്താൻ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഒരു ആഹാര രീതിയിൽ പോവുക, കുഴമ്പ് വരുത്തി കുളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ നീരിനോടനുബന്ധമായിട്ടായിരിക്കും ഇതുപോലെയുള്ള ആമവാദം ഉള്ളവരിൽ വരിക. അപ്പോൾ രൂക്ഷ സ്വേദങ്ങളാണ് എപ്പോഴും നല്ലതാവുക. ഇപ്പം മുരിങ്ങയുടെ തൊലി നന്നായിട്ട് പുഴുങ്ങി അരച്ച് അത് ഉപ്പ് ചേർത്തിട്ട് ലോക്കലായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ചിഞ്ചാതി കുഴമ്പ് എപ്പോഴും നല്ലതായിരിക്കും ഇങ്ങനെയുള്ള അവസ്ഥയിൽ. നീര് കുറഞ്ഞ് പനിയൊക്കെ മാറിയതിന് ശേഷം വേണം ഇത്തരത്തിലുള്ള കുഴമ്പ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കുഴമ്പ് പറ്റി കുളിക്കുക. കഷായങ്ങൾ പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ഇപ്പം
മൺസൂൺ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മഴക്കാലം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മഴക്കാലത്തോടനുബന്ധിച്ച് അസുഖം ഇല്ലെങ്കിൽ കൂടി കുറച്ച് ഈ തരത്തിലുള്ള കഷായങ്ങളും ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതങ്ങനെ വരാതിരിക്കും. എന്തായാലും ഈ മരുന്നുകൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ നോക്കുന്നത് നല്ലതായിരിക്കും. തുടരുന്നു. നമുക്കിടയിൽ പൊതുവെ കണ്ടുവരുന്ന ആമവാദത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ആമവാദത്തിനുള്ള ചികിത്സയെക്കുറിച്ചാണ് വളരെ വിശദമായി കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിൻ്റെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേർന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ റോസ്മേരി വിൽസൺ, ഡോക്ടർ, നമുക്കിനി ചികിത്സയെക്കുറിച്ചാണ് ഇനി വിശദമായി അറിയേണ്ടത്. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സ എത്തരത്തിലാണ്? ഇവിടെ ആമവാദം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ആമത്വം അധികരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതിൽ തുടക്കത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ നീര്, വേദന, പനി, ഈ 3 കാര്യങ്ങൾ നമ്മുടെ മെയിൻ ജോയിൻസിനെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ശരിക്കും ഈ ആമത്വത്തെ നീക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനെ പ്രോപ്പറാക്കുക, അഗ്നിദീപ്തിയെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ. പനിയൊക്കെ മാറിയതിന് ശേഷമാണ് മറ്റ് വാതരോഗങ്ങളിൽ പറയുന്ന രീതിയിലുള്ള ചികിത്സകളിലേക്ക് പോകാനായിട്ട് സാധിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ആഹാരങ്ങളും അതുപോലെ വെള്ളം കുടിക്കാനൊക്കെ അത്തരത്തിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളത്തിന് ചുക്ക്, തിപ്പലി, അതുപോലെ തുളസിയുടെ ഇല, ഇലയും കതിരും ഒക്കെ ഇട്ട് വെന്ത വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാം. അതുപോലെ ഷഡ്ധരണ ചൂർണ്ണം ഇഞ്ചി നീരിൽ ചാലിച്ചിട്ട് 1/2 ടീസ്പൂൺ വീതം 2 നേരം കൊടുക്കുക. ഈ മുക്കിടുകാതി ഗുളിക, അതുപോലെ വെട്ടുമാറൽ ഗുളിക, ഇത്തരത്തിലുള്ള ഗുളികകളൊക്കെ ആ പനീനെ മാറ്റാനും ആമത്വത്തെ നീക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം അത് 1 വീതം 2 നേരമൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഈ പനി നീക്കുന്നതിനും ദഹനത്തെ കൂട്ടുന്ന രീതിയിലുള്ള കഷായങ്ങളും ഇതുപോലെയുള്ള മരുന്നുകളൊക്കെയാണ് തുടക്കത്തിൽ നമുക്ക് ചികിത്സിക്കാനായിട്ട് പ്രൈമറി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. അതിൽ അമൃതോത്തരം കഷായം, അതുപോലെ രാസ്ന സപ്തകം കഷായം മുതലായിട്ടുള്ള കഷായങ്ങളെ കൊണ്ട് പനിയും നീരും വേദനകളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള കഷായങ്ങളൊക്കെയാണ് ആദ്യം കൊടുക്കുക. പിന്നെ ദഹനമൊക്കെ പ്രോപ്പറായി പനി മാറിയതിന് ശേഷം നമുക്ക് ഈ രൂക്ഷ സ്വേദങ്ങളാണ് എപ്പോഴും പറ്റുള്ളൂ. സ്നിഗ്ധമായിട്ടുള്ള ഓയിലിട്ടിട്ടുള്ള പ്രയോഗങ്ങളൊന്നും ഇവിടെ കൂടുതൽ വർക്കാവില്ല. അപ്പോൾ ജഡാമയാദി ചൂർണം, കൊട്ടൻ ചുക്കാദി ചൂർണം മുതലായിട്ടുള്ള പൊടികൾ അരിക്കാടിയിലൊക്കെ കുറുക്കി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ലോക്കലായിട്ട് തേച്ച് പിടിപ്പിക്കാം. കൊല്ലത്തുനിന്ന് ഉദയഭാനു എന്ന പ്രേക്ഷകന്റെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എന്റെ ഈ കാലിന്റെ ഈ ചെറുവണ്ണയ്ക്കും മാംസം ആ ഭാഗത്താണ് സാർ എനിക്ക് വേദന കൂടുതലായിട്ട്. ഹലോ, നമസ്കാരം സാർ. ഞാൻ ആയുർവേദത്തിൽ പറഞ്ഞോളൂ, എന്താണ്? എനിക്ക് സാറേ ഈ നടക്കുമ്പോഴേ സാറേ ഈ കാലിന്റെ ചെറുവണ്ണയും ഈ തുടഭാഗവും ഭാഗത്തുള്ള ആ ഭാഗത്താണ് നമുക്ക് വേദന കൂടുതൽ. അത് ചെറിയ ഒരു കുളിത്തിപ്പിടുത്തം പോലെ ഉണ്ട്. അപ്പം ഞാൻ ആശുപത്രിയിലെ ആയുർവേദ ഹോസ്പിറ്റലിലും പോയി ഇത്തിരി എണ്ണ കുഴമ്പൊക്കെ നോക്കിയിട്ട് പോലും അത് ഭേദമാകുന്നില്ല മാഡം. അതിന് ആയുർവേദത്തില് ഏത് ചികിത്സ വേണമെന്ന് മാഡം പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഹലോ, നടുവിന് പിടുത്തം അങ്ങനെയുണ്ടോ? നടുവിനുണ്ട്. ഇടത് ഭാഗത്ത് ഈ ജോയിന്റിന്റെ ഇടത് ജോയിന്റിൽ അവിടെ ചെറിയ വേദനയുണ്ട്. ചെറുതല്ല, നല്ല വേദനയുണ്ട് മാഡം. ഇടത് ഭാഗം എന്ന് പറഞ്ഞാൽ നടുവിന്റെ ഡിസ്കിന്റെ ഇടയ്ക്ക് നീർക്കെട്ടൊക്കെ വന്നാല് നമ്മുടെ കാലിലേക്ക് വരുന്ന സയാറ്റിക് നെർവിന് ചെറിയ രീതിയിൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ തടസ്സം വന്നാല് കാലിന്റെ തുടയ്ക്കും ആ കാലിന്റെ തുടയുടെ പുറകുവശം കണ്ട് വലിച്ചിലും വേദനയൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് നമ്മൾ എപ്പോഴും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ, കൂടുതലായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൂവ്മെന്റ്സ് വരുമ്പോൾ കാലിലായിരിക്കും കൂടുതൽ നമ്മുടെ ശരീരഭാരമൊക്കെ വരിക. അപ്പം അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ വേദന ഉണ്ടാകുക. പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കും തരത്തിലുള്ള ഈ നെർവിൽ വരുന്ന പ്രോബ്ലംസ് വരാം. ഇതിനു വേണ്ടിയിട്ട്
കാലിൽ കുഴമ്പ് വരട്ടാനായിട്ട് ശ്രദ്ധിക്കുക. കുഴമ്പ് വരട്ടുമ്പോൾ സഹചരാതി കുഴമ്പും അതുപോലെ കർപ്പൂരാതി കുഴമ്പ്, പ്രപഞ്ചനം കുഴമ്പ്, ഇത് മൂന്നും കൂടെ ചൂടാക്കിയിട്ട് നടുവിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങി പുരട്ടാം. ആ സയാറ്റിക് റൂട്ടിൽ ബാക്ക് വശത്ത് കൂടെ കാല് ഫുള്ളായിട്ട് തേക്കുക. എന്നിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം ആവി പിടിക്കുക. ഒന്നുമില്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തുണി മുക്കി ആവി പിടിക്കാം. അതല്ലെങ്കിൽ വേദനയൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ എരിക്കല, ആവണക്കല, മുരിങ്ങയുടെ ഇല, അതുപോലെ പുളിയില ഇതൊക്കെ ഇട്ട് വെള്ളം വെന്തിട്ട് ആ വെള്ളത്തിൽ തുണി മുക്കി നന്നായിട്ട് ആവി പിടിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള കാലിൻ്റെ വേദനയ്ക്കൊക്കെ കൂടുതൽ സഹചരാതി കഷായം ഗുണം ചെയ്യും. അപ്പം സഹചരാതി കഷായം ബലാരിഷ്ടം ചേർത്ത് വെച്ചിട്ട് 25 ml വീതം 25 മില്ലി വീതം 2 നേരം കഴിക്കാം. ദിവസവും ഈ കുഴമ്പ് വരട്ടി ഒന്ന് ആവി പിടിക്കുകയും ചെയ്യുക. അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് തണുപ്പുള്ള ആഹാരങ്ങൾ തണുത്തതും തണുപ്പിച്ചതും ഒക്കെ കഴിക്കാതിരിക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് അറിയിച്ചോളൂ. വ്യക്തമായി. സർ, വിളിച്ചതിന് നന്ദി. കോഴിക്കോട് നിന്ന് ഷാജി എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. സർ സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. എനിക്ക് കൂടെ ജോയിന്റ്സ് ഓരോ ജോയിന്റിൽ മാറി മാറി വേദന വരും. കൂടെ ഓരോ ജോയിന്റിൽ മാറി മാറി വേദന വരുന്നുണ്ട് ഡോക്ടർ. എത്ര കാലമായി അങ്ങനെ വേദനയായിട്ട്? ഇതൊരു 6 കൊല്ലായി. വേദനയായിട്ട് 6-7 കൊല്ലായി. 7 കൊല്ലായി. പിന്നെ വായിൽ പുണ്ണും വരുന്നുണ്ട്. എന്തെങ്കിലും നോക്കിയോ? രക്തം ടെസ്റ്റ് ചെയ്തപ്പോ യൂറിക് ആസിഡ് നോക്കിയിട്ടുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല. അത് CRP കുറച്ച് കൂടുന്നതാണ്. CRP യൂറിക് ആസിഡ്. അതെ അതെ. അപ്പൊ അതിങ്ങനെ ബ്ലഡിൽ വരുന്ന ചേഞ്ചസ്, അതെ ആർത്രൈറ്റിക് ചേഞ്ചസ്, ബ്ലഡിൽ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് നമ്മൾ പഥ്യമായിട്ടുള്ള കഷായങ്ങൾ കഴിക്കണം. എന്നാലാണ് ഇതൊക്കെ മാറുള്ളൂ. രാസ്നാസപ്തകവും ഗുൽഗുലുതിക്തവും കൂടെ വാങ്ങിക്കുക. ഗുൽഗുലുതിക്തകം കഷായം, രാസ്നാസപ്തകം കഷായം, അത് മിക്സ് ആക്കിയിട്ട് 20 ml വീതം 80 ml വെള്ളം ചേർത്ത് 2 നേരം കഴിക്കുക. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ഇത് കഴിക്കുമ്പോൾ. പിന്നെ ഞെരിഞ്ഞിലും വയൽച്ചുള്ളി, കുറുന്തോട്ടിയുടെ വേര്, തഴുതാമ വേര് ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അരിച്ചിട്ട് ആ വെള്ളം കുടിക്കുക, ധാരാളം കുടിക്കുക. ദശമൂലഹരീതകി ലേഹ്യം 1 ടീസ്പൂണ് രാത്രി കഴിക്കുക. അതുപോലെ ഈ വേദനയൊക്കെ ഉള്ളിടത്ത് പുരട്ടാനായിട്ട് കുഴമ്പ് വാങ്ങിക്കുക. കുഴമ്പ് വാങ്ങിക്കുമ്പോൾ കൊട്ടൻ ചുക്കാതിയും ചിഞ്ചാതി കുഴമ്പും വാങ്ങിക്കുക. എന്നിട്ട് ലോക്കലായിട്ട് ചൂടാക്കി പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കുക, തല കുളിക്കുന്നത് കുറയ്ക്കുക. പിന്നെ ഇത്രയും കാലങ്ങളായിട്ട് ഇതുപോലെ വേദനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ഹോസ്പിറ്റലൈസ് ചെയ്ത് വസ്തിയൊക്കെ പോലെ കഷായ വസ്തിയൊക്കെ ചെയ്ത് ശരീരം ശുദ്ധി ചെയ്യുന്നാലും വാദത്തിന് അനുലോമനത്തെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ചികിത്സ വേണ്ടി വരും. അപ്പോൾ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് ഇത്തരത്തിലൊരു ചികിത്സയിലേക്ക് വരുന്നത് നന്നായിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഔഷധങ്ങൾ ഉപയോഗിക്കുക. ആ കഷായം ഉപയോഗിക്കുമ്പോൾ നോൺ വെജ് അങ്ങനെ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പം ഇത് കഴിച്ചിട്ട് വിവരം അറിയിക്കുക. ഡോക്ടർ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.